ഹായ്, നമസ്കാരം. മലയാളി ഫ്രം ഇന്ത്യ. ഇന്നലെ രാത്രിയാണ് സിനിമ കണ്ടത്. ട്രെയിലറും ടീസറും എല്ലാം പിന്നാലെ വന്ന് നമ്മളെ കുറേ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് അതിന് കൂടുതൽ ഇൻഫർമേഷനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വളരെയധികം എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഈ സിനിമ കണ്ടത്. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50-60% ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടെന്നും അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും ലേഖാണെന്നുള്ളതും കണ്ടിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണ് ഞാൻ അവസാനം പറയാം. അതിനു മുമ്പ് പലരും പറയുന്നുണ്ട് മതം, രാഷ്ട്രീയം, വർഗീയത, മതസ്വാതന്ത്ര്യം, അതേപോലെ തന്നെ മതസൗഹാർദ്ദം ഇതൊക്കെ കൂട്ടിക്കുഴച്ച് ഒരു അവില് പരുവത്തിലാക്കി എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഈ സിനിമ പ്രതീക്ഷിച്ചത് എങ്ങനെയായിരുന്നു എന്നറിയോ? ഒരു കോമഡി ട്രാക്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇൻട്രോയിൽ പഞ്ചോടുകൂടി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകും എന്നുള്ള ഒരു ധാരണയായിരുന്നു എനിക്കുള്ളത്. ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു സിനിമ. പക്ഷേ ഇടയ്ക്ക് അതിൻ്റെ ലെവലൊന്ന് അപ്പാവും. നമ്മളൊന്ന് ഇപ്പം തൊട്ട് നോക്കിയായിരിക്കുന്നു വരുമ്പോഴേക്കും വീണ്ടും താഴും, പിന്നെ വീണ്ടും പൊന്തും, വീണ്ടും താഴും. ഒരു കണ്ടിന്യൂറ്റി ഫാക്ടർ ഇല്ലായിരുന്നു അതിനകത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് പല സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്താ ഈ കാണിക്കണേ, ഇത് വേണ്ടിയിരുന്നില്ല, എന്തായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചില ചിന്തകളൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു 10 to 15 minutes നമ്മളെ ശരിക്ക് ഹാർട്ട് ടച്ച് ചെയ്യുന്ന പോലെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോള് നമുക്ക് സിനിമ എടുക്കുമ്പോൾ എനിക്ക് ഒരു ആവറേജ് അനുഭവമാണ് തന്നത് സിനിമ. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമുക്ക് സിനിമയുടെ പ്ലോട്ടിലേക്ക് വരാം. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഡിജോ ജോസ് ആണ്. അതുപോലെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ലിസ്റ്റൻ സ്റ്റീഫൻ. രണ്ടുപേരും ഇൻഡസ്ട്രിയിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരാണ്. ഹൗ ടു മാർക്കറ്റ് ദെയർ മൂവീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയാം. പക്ഷേ അവരുടെ പഴയ സിനിമകൾ പോലെ ഇതിന് അത്ര ഒരു പഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവി ഇൻഫർമേഷൻസ് കുറവായിരുന്നു. ബട്ട് അവർ നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഇൻഫ്ലുവൻസേഴ്സ്, ബാക്കി മീഡിയാസ് എല്ലാം യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി അപ്പോൾ ലിസ്റ്റൻ സ്റ്റീഫനും ഡിജോയും കൂടിയിട്ട് ചെയ്തിട്ടുള്ള പടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്വന്തം നിവിൻ പോളി, നമ്മുടെ ചങ്കായ ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ള, സലിം കുമാർ എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിൽ വരുന്നത്. അതുപോലെ തന്നെ പോകുമ്പോൾ ഒരു പാകിസ്ഥാനിയുടെ വേഷം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പടത്തിൻ്റെ ഒരു എന്താ പറയുക സ്ട്രക്ചർ, അതായത് ക്യാരക്ടർ സ്ട്രക്ചർ എടുക്കുന്നത്, ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളത്. അത് കൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശരണ്യ അവൾ വന്നിട്ടുണ്ടായിരുന്നു. ശരണ്യല്ലല്ലോ ആ കുട്ടിയുടെ പേര് ഞാൻ ഓർമ്മ. അപ്പോൾ ഹീറോയിനെ സംബന്ധിച്ച് ഹീറോയിന് ഇതിനകത്ത് വളരെ റോളുകളും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചത്. പക്ഷേ ആ ടീസറിലും ട്രെയിലറിലും കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ കുട്ടിക്ക് അതിനകത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ നമുക്കിനി കഥയിലേക്ക് വരുമ്പോൾ ഒരു നാട്ടുമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന നമ്മുടെ കൊറോണ ടൈമും അതിനോടനുബന്ധമായിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊറോണയ്ക്ക് മുമ്പായിട്ടുള്ള ഒരു ഗ്രാമത്തിലെ കുറേ വിശേഷങ്ങൾ. 2 തല്ലിപ്പൊളികളായ ആ നാട്ടിലെ ചെറുപ്പക്കാർ, അത്യാവശ്യം പ്രായമായിട്ട് ജോലിയില്ല, കൂലിയില്ല, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, കല്യാണം കഴിച്ചിട്ടില്ല, ഫാമിലിയായിട്ട് യാതൊരുവിധ ബന്ധപ്പാടുകളൊന്നുമില്ല, അതിങ്ങനെ അടിച്ചു പൊളിച്ച് അലമ്പായിട്ട് നടക്കുന്ന പരിപാടികൾ. സ്കൂൾ പിള്ളേരായിട്ട് വഴക്ക് പിടിക്കുക, അതുപോലെ തന്നെ തൊട്ടേനും ഇതിനും എല്ലാം ഒരു തമാശ രൂപത്തിൽ വഴക്കുണ്ടാക്കുന്ന ഇവരുടെ ക്യാരക്ടേഴ്സാണ്. അങ്ങനെ അതിനകത്ത് അവർ ഒരു സീരിയസ് ഇഷ്യൂസിലേക്ക് വന്നു വിടുകയും, സീരിയസ് ഇഷ്യൂ ഞാൻ അവിടെ ഓപ്പണായിട്ട് പറയാം അതെന്താണെന്നുള്ളത്. എന്താ പറയുക, ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഇന്ത്യ തോക്കുമ്പോൾ പടക്കം പൊട്ടി എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിനകത്ത് നിന്നുണ്ടാകുന്ന ഇഷ്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടിക്കുഴച്ച് അവർ വലിയ പ്രശ്നത്തിൽ ചെന്ന് വിടുകയും അത് മുഖേന ഒരാൾ വെട്ടുകൊണ്ട് ആശുപത്രിയിലാവുകയും, ഒരാൾക്ക് അതായത് നിവീന്, നമ്മുടെ നിവിൻ പോളിക്ക് ഗോപി, ആലത്തൂർ ഗോപി എന്നുള്ള ആ ക്യാരക്ടറിന് നാട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥയും വരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ്, അങ്ങനെ നാട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണല്ലോ നമുക്ക് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അതിനോട് ആപ്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ അത് ആപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആൾ നാട് വിട്ട് പോകുന്നു. നാട് വിട്ട് പോയിട്ട് ആൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളും, നാട് വിട്ട് പോകുമ്പോൾ ഒരു ആട് ജീവിതത്തിൻ്റെ ഒരു കോമഡി വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെ പൃഥ്വിരാജ് ചെയ്ത ക്യാരക്ടറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറുകയും ഒരു ആട് ജീവിതത്തിൻ്റെ സിമിലർ വേർഷനും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഉണ്ടാകുന്ന ആളുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജറായിട്ട് സൗഹൃദത്തിലാകുകയും, അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളാണ്, മുമ്പ് നാട്ടിലായിരുന്നപ്പോഴേക്കിരിക്കുമ്പോൾ വർഗീയതയും അതുപോലെ തന്നെ പാകിസ്ഥാൻ വിദ്വേഷം കൊണ്ടിടുന്ന ആൾ, ഒരു പാകിസ്ഥാനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുകയും ആൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ പ്രതിപാദിക്കുന്നത്. പിന്നെ
ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാഷ്ട്രീയം, പൊളിറ്റിക്സ് തന്നെയല്ല രാഷ്ട്രീയം, മതസൗഹാർദ്ദം, തൊട്ടുകൂടായ്മ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ നിർബന്ധപൂർവമായിട്ട് നമ്മളെ അടിച്ചേൽപ്പിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർ അവരുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് ആ സിനിമയിലൂടെ സംസാരിക്കുന്നു. പക്ഷെ അത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പോലെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയമാണോ സിനിമ സംസാരിക്കുന്നത്, അത് വേറെ ഏതെങ്കിലും വിഷയമാണോ, സൗഹൃദമാണോ, മതസൗഹാർദ്ദമാണോ, എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പരിവാക്കി അവിൽ രൂപമാക്കി. അതുകൊണ്ട് എനിക്ക് ഒരു ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ആസ്വാദനത്തിലേക്ക് എത്തിപ്പെട്ടില്ല. ഒരു ആവറേജ് ആസ്വാദനം തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഈ സിനിമ ഇതിൻ്റെ ഒരു പർപ്പസ് മീറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 50-50 വേണമെങ്കിൽ പറയാം. നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ശരി, ബൈ.